Hello everyone, welcome back to Vijayala 2.0 Plus 2 Business Studies ഫൈനൽ എക്സാമിന് ഡബിൾ പാസ് വേണം എന്ന് ആഗ്രഹമുള്ളവർ നിർബന്ധമായും കാണേണ്ട വീഡിയോ ആണിത്. അതായത് ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീഡിയോസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോസിലെ ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എബൌട്ട് 48 മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 48 നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഇപ്പോൾ ഒരു 10 മാർക്കോ 15 മാർക്കോ എന്തായിക്കോട്ടെ, അത് നമ്മളുടെ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡബിൾ പാസിന്റെ മാർക്ക് വേണോ, ഡബിൾ പാസ് ടോപ്പിക് ആണ് വേണ്ടത്. പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ വേണ്ട മാർക്കില്ലേ, പാസ് മാർക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ ബിസിനസ് സ്റ്റഡീസിൽ എത്രയും വേഗം പഠിക്കാം. ദെൻ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ 2 വീഡിയോസ് ബിസിനസ് സ്റ്റഡീസിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. ഇനി എന്താണ് ഡബിൾ പാസ്, എന്താണ് ഡബിൾ പാസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് പ്ലസ് വണ്ണിൽ 80 ബിസിനസ് സ്റ്റഡീസ് 24 മാർക്ക് ജയിക്കാൻ വേണം. പ്ലസ് ടുവിലും 24 മാർക്കാണ്. സി മാർക്ക് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. നമുക്ക് ഓൺലി ഈ എക്സാമായ 80 24 വെച്ചിട്ട് 2 വർഷം ഉണ്ടെങ്കിലാണ് നമ്മൾ ആ സബ്ജക്റ്റിൽ പാസ്സായെന്ന് പറയുള്ളൂ. ആ സബ്ജക്റ്റിൽ നമ്മൾ പാസ്സായെന്ന് പറയണമെങ്കിൽ 2 വർഷം 24 വേണം. അതായത് കറക്റ്റ് 48 മാർക്ക് വേണം. നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് പ്ലസ് വണ്ണിൽ 48 അതിന് മുകളിലോ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്റ്റിൽ ശരിക്കും പാസ്സായി. പ്ലസ് ടു ശരിക്കും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അതായത് പാസ്സാവണം മാത്രം ആഗ്രഹമുള്ളവർക്കാണ് കേട്ടോ പറയുന്നത്. നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് പഠിക്കണം കേട്ടോ. ഇതിൽ പ്ലസ് വണ്ണിൽ 48 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രീ ആയി ഞാൻ ഈ സബ്ജക്റ്റിൽ തോറ്റിട്ടില്ല എന്ന് വിചാരിച്ച് സമാധാനപരമായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ 48 ഇല്ല, 48ന് താഴെയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും മാർക്ക് വാങ്ങണം. ഇപ്പോൾ 2-3 മാർക്ക് എന്നാണെങ്കിൽ നമുക്ക് വിഷയമല്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരു 10 മാർക്കോ ഉള്ളൂ എങ്കിൽ, ഇപ്പോൾ ഒരു 10 മാർക്കാണ് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ എത്ര വാങ്ങണം, നിങ്ങൾ 38 എബവ് വാങ്ങാം. 38 ആണ് കറക്റ്റ്, അതൊരു ബൗണ്ടറി ആവും. അപ്പോൾ 38 വാങ്ങാം. ഇനി പ്ലസ് വണ്ണിൽ 28 മാർക്കാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ എത്ര വാങ്ങണം, നിങ്ങളൊരു 20 മാർക്കൊക്കെ വാങ്ങിയാൽ മതിയോ. ഇനി പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിൽ നമുക്കൊരു 24 ഉണ്ടെങ്കിൽ ഇവിടെ 24 വാങ്ങാം. ഇനി ജസ്റ്റ് 2-3 മാർക്കുള്ളൂ, അല്ലെങ്കിൽ തീരെ പഠിച്ചിട്ടില്ല, പ്ലസ് വൺ ആബ്സെൻ്റ് ആയെന്നവരുണ്ടെങ്കിൽ എന്താണ് ഫുള്ള് ഈ 48 മാർക്ക് ഈ പ്ലസ് ടുവിൽ വാങ്ങിച്ചെടുക്കണം. ബിസിനസ് സ്റ്റഡീസ് പ്ലസ് വൺ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നും കൂടിയും എളുപ്പം മാർക്ക് കിട്ടാനും പഠിക്കാനും പോയിന്റ് വൈസ് കൂടുതൽ ഉണ്ടാക്കി എഴുതാനൊക്കെ ഏറ്റവും സുഖം നമ്മളെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, അതായത് 48 മാർക്ക് എനിക്ക് ഈ ഒരു പരീക്ഷയിൽ വാങ്ങാൻ ഒരു 50 മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നറിയോ, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ്, 8 മാർക്കിനാണെങ്കിൽ 6 മാർക്കിനോളം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ കവർ ചെയ്യണം. അത് കൂടുതലും എന്താ പറയുക, 2 മാർക്ക് 1 മാർക്കൊക്കെ നമുക്ക് ഇതിൽ നോക്കണം. അപ്പോൾ 2 മാർക്ക് 1 മാർക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ടോപ്പിക്കുകൾ മാത്രം കണ്ടാൽ മതി. നമ്മൾ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യും. ദെൻ ബാക്കിയുള്ളത്, അതായത് 6 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നോക്കേണ്ടത് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അപ്പോൾ മിസ് ഇവിടെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 1-2 ടോപ്പിക്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 20 സംതിങ് ടോപ്പിക്സുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കി നോക്കാം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത്, എല്ലാ ടോപ്പിക്സും നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്സ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് പഠിക്കേണ്ടത്. അതിൽ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ 3 ലെവലുകളാണുള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഇതിൽ ടോപ്പ് ലെവലിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, MD, പ്രസിഡന്റ്, ചെയർമാൻ, CEO ഒക്കെയാണ്. അതായത് നല്ല ചെറിയ ടേമുകൾ അല്ലെ, കുഞ്ഞു പേരുകളും വലിയ സ്ഥാനവുമാണ് അവർക്കുള്ളത് ടോപ്പ് മാനേജേഴ്സ്. ഇവർ മെയിൻ ജോലി എന്താ, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലാനിങ് നടത്തുക, പിന്നെ എന്തൊക്കെ ഓരോരുത്തർ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക, പിന്നെ മിഡിൽ ലെവലിലത്തെ ആൾക്കാരായിട്ട് കാര്യങ്ങളൊക്കെ ഏതൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് ടോപ്പ് ലെവൽസിൻ്റെ മെയിൻ ജോലി. മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ ഓൾ ബ്രാൻഡ് മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഓൾ ടൈപ്സ് ഓഫ് മാനേജേഴ്സ് ആർ കവേർഡ് മിഡിൽ ലെവൽ. ലോവർ ലെവൽ എന്ന് വെച്ചാൽ ഫോർമാനും ഫൈനാൻസ് ഓഫീസേഴ്സും സൂപ്പർവൈസേഴ്സും എല്ലാ ഓഫീസേഴ്സും ഇതിൽ പെടും. അക്കൗണ്ട് ഓഫീസേഴ്സ്, സെയിൽസ് ഓഫീസേഴ്സ്. അപ്പോൾ ഓഫീസർമാരൊക്കെ ഉള്ളത് ലോവർ ലെവലിലാണ്. ഇത് ആൾക്കാരുടെ പേര് മാത്രം പഠിച്ചാൽ പോരാ, ഓരോരുത്തർ ചെയ്യുന്ന ഫങ്ഷൻസ് ഓൾസോ പഠിക്കാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമ്മൾ പറഞ്ഞത് എന്താ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് പ്ലാൻ ചെയ്യണു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണു, എന്തൊക്കെ ചെയ്യണമെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അതൊക്കെയാണ് ടോപ്പ് ലെവലിൽ ചെയ്യാം. മിഡിൽ ലെവലുകാർ എന്താ ചെയ്യാന്നറിയോ, ഇവരാണ് 2 ടീമിൻ്റെയും കണക്ഷൻ ലിങ്ക്. ഇവർ ലോവർ ലെവലിലെ ആൾക്കാരോട് ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഡേ ടു ഡേ വർക്ക്സ് ഒക്കെ പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്
മിഡിൽ ലെവലിൽ ലോവർ ലെവൽ ആൾക്കാർ അസൈൻമെൻറ്റ് ഡ്യൂട്ടീസ്, പിന്നെ ഡേ ടു ഡേ വർക്കുകൾ നോക്കുക, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക മാനേജേഴ്സിനോട് പറയുക, ഇവരുടെ പ്രോബ്ലംസ് പരിഹരിച്ചു കൊടുക്കുക, അതൊക്കെയാണ് ലോവർ ലെവൽസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഫങ്ഷൻസും നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ സുഖമാണ് കേട്ടോ, സുഖമുള്ള ടോപ്പിക്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഈ പാർട്ടിൽ നിന്ന് നിങ്ങൾ കോർഡിനേഷൻ എന്താണെന്നും ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും പഠിക്കാം. കോർഡിനേഷൻ എന്ന് വെച്ചാൽ സിങ്ക്രണൈസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഒറ്റക്കെട്ടായിട്ട് നോക്കുന്നതിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എഫേർട്ട് ആണ്, യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടാവും, കണ്ടിന്യൂസ് ആണ്, പെർവാസീവ് ആണ്, എല്ലാ ലെവലിലും വേണം, എല്ലാ ഫംഗ്ഷനിലും ഇത് ആവശ്യമാണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, ഡിഫറൻഷിയേഷൻ ഉണ്ടാവും, സ്പെഷ്യലൈസേഷൻ കിട്ടുന്നു, യൂണിറ്റി ഉണ്ടാവും. ഇതൊക്കെ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. പിന്നീട് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇവിടെ നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് അറിയോ? ഹെൻറി ഫയോളിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചെറിയൊരു മീനിങ് എങ്കിലും എല്ലാത്തിൽ നിന്നും പഠിക്കാം. കാണാപാഠം പഠിക്കണമെന്നില്ല, മീനിങ് അറിഞ്ഞാൽ മാത്രം മതിയാവും. ഓക്കെ. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ജോലികൾ ചെറുതാക്കാം. അതോറിറ്റി എന്ന് വെച്ചാൽ മാനേജേഴ്സ് പറയുന്നതാണ് അതോറിറ്റി, ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി. ദെൻ ഒബീഡിയൻസ് ഉണ്ടാവണം, നല്ല റെമ്യൂണറേഷൻ കൊടുക്കണം. സ്കോളർ ചെയിൻ, അതായത് സ്കോളർ ചെയിനിലൂടെ ആവണം എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ഒഫീഷ്യൽ ലൈനാണ്, ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ പോകാനും. ഓർഡർ ഉണ്ടാവണം, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി. ഇഷ്ടമുള്ള ഒരു 8 എണ്ണം നിങ്ങൾ എങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയണം. ഒപ്പം എല്ലാത്തിൻ്റെയും മീനിങ്സ് അറിഞ്ഞിരിക്കാം. മീനിങ്സ് അറിഞ്ഞിരിക്കാന്ന് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മീനിങ്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ട് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 എണ്ണമൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലുള്ള ടൂൾസ് ഓർ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ ഫങ്ഷണൽ ഫോമാൻഷിപ്പാണ്. ഇതിൻ്റെ ഡയഗ്രാം നല്ല പോലെ അറിഞ്ഞിരിക്കണം. ഡയഗ്രാം പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഫാക്ടറി മാനേജർ 2 സെക്ഷനായി തിരിച്ചു, പ്ലാനിങ്ങും പ്രൊഡക്ഷനും. പ്ലാനിങ്ങിൽ 4 പേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷനിലും 4 പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 8 തരം ആൾക്കാർ, 8 തരം കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസിനെയാണ് നമ്മുടെ പറഞ്ഞത്, നമ്മുടെ FW ടൈലർ വന്നത്. ടൈലർ സജസ്റ്റ് ചെയ്ത 4 വീതം 2 സെക്ഷനിലും വിഭജിച്ച 8 ടീംസാണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പിൽ വരിക. ഈ ഡയഗ്രാം വരയ്ക്കാണ് മാർക്ക് ചെയ്തത് കേട്ടോ. ദെൻ പിന്നീട് 3rd ചാപ്റ്ററിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം. എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കല്, ലീഗല്, സോഷ്യല്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ദെൻ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, ഒരു 7 പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, പ്ലാനിങ് പ്രിമിസസ് സെറ്റ് ചെയ്യുക, പിന്നെ അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് 7 പ്രോസസ്സുകൾ പഠിക്കാം. ദെൻ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻസ്, അക്കൗണ്ടബിലിറ്റി, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. ഇവിടെ എഴുതാൻ കാരണം ഇത് പലർക്കും ബുദ്ധിമുട്ടാണ്. പലതരം എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ, പലതരം പലതരം എലമെൻറ്റ്സുകളുണ്ട്. അതിൽ ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് ഇതാണ്. ദെൻ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, 2 ടൈപ്പ് ഓഫ് സോഴ്സസ് ഉണ്ട്. ഇന്റേണൽ സോഴ്സസും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. ഇന്റേണൽ സോഴ്സസിൽ 2 ആയിട്ട് വരുന്നുള്ളൂ, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. എക്സ്റ്റേണൽ സോഴ്സസിൽ നമുക്ക് വരുന്നത് പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, അതായത് വെബ് പബ്ലിഷിംഗ് നടത്തുക, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കുക, പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 5 എണ്ണം പഠിച്ചിരിക്കാം. സെലക്ഷൻ്റെ പ്രോസസ്സൊക്കെ ഓർഡർ വൈസിൽ തന്നെ പഠിക്കണം. സെലക്ഷൻ്റെ പ്രോസസ്സ് അത്യാവശ്യം ലെങ്തി ആണ്. മാത്രമല്ല നമുക്ക് 8 മാർക്കിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ്റെ പ്രോസസ്സ് പഠിക്കുമ്പോൾ സെലക്ഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. ആദ്യം നമ്മൾ സെലക്ഷൻ്റെ പ്രോസസ്സിൽ പ്രിലിമിനറി സ്ക്രീനിങ് നടത്തുക, ടെസ്റ്റുകൾ നോക്കുക. ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ നടത്തുക, മെഡിക്കൽ എക്സാമിനേഷൻ, ഓഫർ ലെറ്റർ കൊടുക്കുക, കോൺട്രാക്ട് സൈൻ ചെയ്യുക, അതിന് മുന്നേറ്റ്, അങ്ങനെ ഒരുപാട് ഒരു 7 8 പ്രോസസ്സുകൾ അതിലുണ്ട്. സെലക്ഷൻ ടെസ്റ്റുകൾ നമുക്ക് 4 മാർക്കിന് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെലക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ഇമോഷണൽ അറിയാൻ വേണ്ടി പേഴ്സണൽ ടെസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ. ദെൻ എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ്റെ എലമെൻറ്റ്സ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ എന്താണ് ഒരു 2 സെൻറ്റൻസിൽ നിങ്ങൾ അറിഞ്ഞാൽ മതിയാവും. 4 മാർക്കിന് ചോദിക്കുന്നത് വരെ. 8 മാർക്കിലേക്ക് പോകുമ്പോഴാണ് നമ്മളത് നല്ല പോലെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്.
ദെൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സിൽ വരുന്ന ആൾക്കാർ സെൻഡർ, റിസീവർ, മെസ്സേജ് വരുന്നുണ്ട്, നോയ്സ് വരുന്നുണ്ട്, ഡീകോഡിങ്, എൻകോഡിങ്, ഫീഡ്ബാക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു 8 എലമെന്റ്സ് ഉണ്ട്. അത് പഠിക്കണം. മാസ്ലോയുടെ നീഡ് പിരമിഡ് വരച്ചിട്ട് 5 നീഡുകളുണ്ട്. ആ 5 നീഡ് അറിഞ്ഞിരിക്കുക. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓരോന്ന് എന്താണെന്ന് നമുക്ക് ഇൻഡിവിജ്വൽ ലെവലിലും അറിയണം, ഓർഗനൈസേഷൻ ലെവലിലും അറിയണം. 8 മാർക്കിന് ആദ്യമായിട്ടാണ് 8 മാർക്കിന് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡൽ എക്സാമിന് കാണുന്നത്. 5 മാർക്കിലോ 6 മാർക്കിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. 8 മാർക്കിൽ ഇപ്രാവശ്യം ചോദിച്ചിരുന്നു. കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്പ് പഠിക്കണം. 4 മാർക്കിന് 8th ചാപ്റ്റർ ആണ്, 8ാമത്തെ ചാപ്റ്റർ ആണിത്. ദെൻ ഇതിൽ തന്നെ ഉള്ളതാണ് 2 മാർക്കിൽക്കും 3 മാർക്കിൽക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. MBA മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ടേക്കിംഗ് ഇൻ ടു ആക്ഷൻ. അതായത് നല്ല ഡീവിയേഷൻസ് വരുന്ന കാര്യങ്ങൾ മാത്രം, പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ എക്സാമിന് പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയില്ലേ, അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മാനേജേഴ്സ് നോക്കിയാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക, ശ്രദ്ധിക്കാതിരിക്കാം. ദെൻ ഫൈനാൻസ് മാനേജറുടെ ഡിസിഷൻസ്. 3 തരം ഫൈനാൻസ് മാനേജേഴ്സിൻ്റെ ഡിസിഷൻസ് ആണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫൈനാൻസ് ഡിസിഷൻ ഉണ്ട്, പോരാതെ ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്. ഇതൊക്കെ എല്ലാ കുട്ടികളും നിർബന്ധമായും പഠിക്കേണ്ട എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. ഡബിൾ പാസിന് വേണ്ടിയിട്ട് എല്ലാ ടോപ്പിക്സും എഴുതിയിരിക്കല്ല, എളുപ്പമാണ് ഈ ടോപ്പിക്സുകളൊക്കെ പഠിക്കാം. ദെൻ മാർക്കറ്റിംഗ് മിക്സിന്റെ കമ്പോണൻസ് 4 P's ആണ് വരുന്നത്. പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആൻഡ് പ്രൊഡക്റ്റ്. ദെൻ മാർക്കറ്റിംഗ് ഫങ്ഷൻസ്, അതായത് മാർക്കറ്റിങ്ങിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒരു സാധനം ഡെവലപ്പ് ചെയ്തത് മുതൽ പ്രൊഡക്റ്റിനെ പറ്റി ആലോചിക്കുന്ന, മാർക്കറ്റ് പ്ലാൻ ചെയ്തത് മുതൽ അത് ഡിസൈൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് വില നിശ്ചയിക്കുന്നു, പാക്കേജ് ചെയ്യുന്നു, ലാബിലിംഗ് നടത്തുന്നു, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, എന്നിട്ട് അവസാനം കൺസ്യൂമറിൻ്റെ കയ്യിലെത്തുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പും, ഓൾ സ്റ്റെപ്സ് നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷനായിട്ട് പറയാം. ദെൻ അഡ്വർടൈസ്മെൻറ്റ് എന്താണ്? അതിന് മെറിറ്റും ഒബ്ജെക്ഷൻസും. മെറിറ്റ് എന്ന് പറയുമ്പോൾ ബെനിഫിറ്റ് ടു സൊസൈറ്റി, ബെനിഫിറ്റ് ടു കൺസ്യൂമർ, ബെനിഫിറ്റ് ടു പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് യൂണിറ്റിന് എങ്ങനെയാണ് ബെനിഫിറ്റ്, അങ്ങനെ 4 കാറ്റഗറിയിൽ കാണിക്കും വേണം. ഒപ്പം അതിൻ്റെ ഒബ്ജെക്ഷൻസും. അതായത് എല്ലാ അഡ്വർടൈസ്മെൻറ്റും നമുക്ക് അത്ര കണ്ട് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒബ്ജെക്ഷൻസ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഒരു 8 എണ്ണം ഉണ്ട്. ആ 8 എണ്ണം പഠിച്ചിരിക്കുക. റിബേറ്റ്, ഡിസ്കൗണ്ട്, ലക്കി ഡ്രോ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഗിഫ്റ്റ്, സാമ്പിളൊക്കെ എക്സാമ്പിളാണ്. പ്രൈസിങ്ങിൻ്റെ ഫാക്ടേഴ്സ്, അതായത് ഒരു സാധനത്തിന് നമ്മൾ വില നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ നമ്മളതിൽ നോക്കണം? അതിൻ്റെ കോസ്റ്റ് നോക്കണം, അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയുണ്ട് നമ്മളൊന്ന് അറിയണം, പിന്നെ നമുക്ക് കോമ്പറ്റീഷൻ എങ്ങനെയുണ്ടെന്ന് അറിയണം, ടാക്സ് എത്രത്തോളം കൊടുക്കുന്നുണ്ടെന്ന് അറിയണം. ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വില മാറിക്കൊണ്ടേയിരിക്കും. ദെൻ കൺസ്യൂമറിൻ്റെ റേറ്റ് ഒരു 6 റേറ്റ് ഉണ്ട്. റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു സീക്ക് റിട്രസൽ, റൈറ്റ് ടു ബി ഹേർഡ്, കേസ് കൊടുക്കാനുള്ള അവകാശം, റൈറ്റ് ടു എന്താ പറയുക പ്രൊട്ടക്റ്റ്, അതല്ലേ, റൈറ്റ് ടു സേഫ്റ്റി, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫോർമേഷൻ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ തുടങ്ങിയ എല്ലാ കൺസ്യൂമർ റേറ്റും നമുക്കറിയണം. ദെൻ റിഡ്രസൽ ഏജൻസീസ് 3 റിഡ്രസൽ ഏജൻസീസ് ആണ് ഉള്ളത്. ഒന്ന് നാഷണൽ ലെവൽ, ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ആണ് നാഷണൽ ലെവൽ. ദെൻ ഡിസ്ട്രിക്ട് ലെവൽ കഴിഞ്ഞാൽ ദെൻ സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ വരുന്നത് കേട്ടോ. അപ്പോൾ നാഷണൽ ലെവലിൽ 1 crore എബവ് പ്രോഡക്ട്സുകളാണ് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുക. ഡിസ്ട്രിക്ട് ലെവലിൽ 20 lakh മുതൽ 1 crore വരെയുള്ള സാധനങ്ങൾ കംപ്ലയിൻറ്റോടെ കൊടുക്കാം. ഡിസ്ട്രിക്ട് ലെവലിൽ 20 lakh വരെയുള്ള എല്ലാ കംപ്ലയിൻറ്റുകളും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡബിൾ പാസിനുള്ള മാർക്കൊക്കെയാണ്. അതായത് 3, 4, 5, 6, 7 ഒരു 10, 15, 20 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. 8 മാർക്കിനോ 5 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ഡബിൾ പാസ് വേണം, എനിക്ക് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്നുള്ളവർ ഈ ടോപ്പിക്കുകൾ ഇത്രയും വേഗം പോയിട്ട് പഠിക്കാം. മാക്സിമം ട്രൈ യുവർ സെൽഫ്. കാരണം ലാസ്റ്റത്തെ എക്സാം ആണ്. അതായത് ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഇനി പഠിക്കില്ല, +2 +1 കഴിയും. അപ്പോൾ ആ ഒരു ബുക്ക് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. 1 കൊല്ലത്തോളം നമ്മൾ കൊണ്ടു നടന്ന ബുക്കാണ്. സോ നല്ല മാർക്ക് വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.